വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. ആരും നിയമത്തിന് അതീതരല്ല. നേതാവ് ഒളിച്ചോടി, പോലീസിനും വീഴ്ച പറ്റിയെന്നും കോടതി വിമർശിക്കുന്നുണ്ട്. കരൂർ എസ്.ഐയെ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശം നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് അതിരൂക്ഷ വിമർശനം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിയമത്തിന് ആരും അതീതരല്ല എന്ന് കോടതി പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നേതാവ് ഒളിച്ചോടി എന്നുള്ള രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കോടതിക്ക് കാഴ്ചക്കാരനായി ഇരിക്കാൻ ആവില്ല. TVK നേതാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് അപലപനീയമാണ്. പശ്ചാത്താപം കാട്ടാൻ പോലും പാർട്ടി തയ്യാറായില്ല. ഇത് വിജയുടെ മാനസിക നില വ്യക്തമാക്കുന്നുവെന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിജയുടെ പ്രചാരണ വാഹനം ഇടിച്ച് 2 ബൈക്കുകൾ മറിയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും അയക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് വിജയോട് വിധേയത്വമാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്.